ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഓരോ വാക്കുകൾ ഗൗതമിനോട് ഭയങ്കര ഫീലിങ്ങോട് കൂടി പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതമാണെങ്കിലോ നിധിയായിട്ട് വട്ടം കറപ്പിക്കുകയാണ്. അപ്പോൾ ഗൗതമിനോട് നിധി പറയാണ്, ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം കോമഡി ആക്കാതെ എന്ന് പറഞ്ഞ ഉടനെ ഗൗതം പറയാണ്, ഞാൻ ആദ്യം തന്നെ നീ സോറി പറഞ്ഞപ്പോൾ തന്നെ നീ വളരെ സങ്കടത്തിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തതെല്ലാം നീ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ആ കുറ്റബോധം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ അതുകൊണ്ടാണ് കോമഡി ആക്കിയത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വഴക്കും പിണക്കും ഒക്കെ ആയി നീ ഒരു ആംഗ്രി ബേർഡിനെ പോലെ ഇങ്ങനെ കടി കൂടുന്നത് അത് കാണാൻ ഒരു രസമാണ്. എന്നാൽ ഇങ്ങനെയുള്ള സങ്കടമൊന്നും നിനക്ക് ചേരില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നിധിയെ ഉമ്മ വെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി ഗൗതമിനെ ഒരൊറ്റ ഉന്താണ് കേട്ടോ. പിന്നീട് നിധിയെ അരക്കെട്ടിൽ ഗൗതം കയറി പിടിക്കുന്നത് വസുന്ധര കണ്ടുവരികയാണ്. അങ്ങനെ വസുന്ധരയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ നിധി പറയാണ്, എന്നെ വിടൂ ഗൗതം സാർ എന്നിങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും കാണും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര എന്താ ഇപ്പോൾ എൻ്റെ മോൻ ഇത്ര മാറിയിരിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി വീണ്ടും പറയാണ്, എന്നെ വിടൂ എന്ന് പറയുമ്പോൾ ഗൗതം എന്ത് ചെയ്യും, നിധിയുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടോടൊപ്പം ആക്കി പിടിക്കുമ്പോഴേക്കും എന്ന് ഇങ്ങനെ വസുന്ധര പറയണം കേട്ടോ. അപ്പോഴേക്കും ചുണ്ടുകൊണ്ട് അങ്ങ് ഉമ്മ വെക്കാൻ അങ്ങ് കിസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി എന്ത് ചെയ്യും, ഗൗതമിനെ ഒരൊറ്റ ഉന്താണ് കേട്ടോ. ആ ഉന്തോടുകൂടി ഗൗതം ചെന്ന് വീഴുന്നത് ഒരു പില്ലറിൻ്റെ മുകളിൽ തലവെച്ച് ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഗൗതമിൻ്റെ ബോധം അങ്ങ് പോവാണ്. അങ്ങനെ നിധി ഗൗതം സാർ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ ഗൗതം മിണ്ടുന്നില്ല. അപ്പോഴേക്കും വസുന്ധരയുടെ സ്വഭാവം അങ്ങ് മാറി. നീ എൻ്റെ മോനെ കൊന്നടി, നീ എന്താടി എൻ്റെ മോനെ ചെയ്തത് എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഗൗതം കണ്ണ് തുറന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താണ് നിങ്ങൾ കാണിച്ചത് എന്ന് പറഞ്ഞ ഉടനെ ഗൗതം പറയാണ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചേ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഗൗതമാണെങ്കിലോ ഈ സമയം പറ്റിച്ചേ, അമ്മയെ പറ്റിച്ചേ, നിധിയെ പറ്റിച്ചേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും വസുന്ധരയ്ക്കങ്ങ് കലിയടങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ വസുന്ധര പറയാണ്, ഗൗതം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള റൊമാൻറ്റിക്കൊക്കെ നിൻ്റെ അച്ഛൻ പാറുവിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നീയും അതേ പാത തുടരുന്നു. ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് 6 മാസം കഴിഞ്ഞാൽ നീ ഗോവിന്ദയാവും. അതാണിപ്പോൾ ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിധിക്കത് കേട്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിധി പറയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ സഹായിക്കാൻ നിൽക്കും. ബിസിനസ് എന്ന കാര്യം എനിക്കും അറിയാം. ബിസിനസ് കുറച്ച് എനിക്ക് വിട്ടു തന്നേക്ക്. ഞാൻ ഈ വെച്ചടി കയറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് ചെറുക്കടിയത് കിട്ടിയതുപോലെ ആവാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട് ഗൗതമിന് ഒത്തിരി ഇഷ്ടമായി. ഗൗതം ചെറിയൊരു ചിരിയോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോയി. എന്നാൽ നിധിയും അങ്ങ് പോയി. എന്നാൽ വസുന്ധരയാണെങ്കിൽ അവളെ എനിക്ക് മുഖത്തടിച്ചതുപോലെയുള്ള മറുപടി തന്നല്ലോ എന്ന ഭാവത്തിൽ വസുന്ധര നിൽക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ എല്ലാവരും ഇലയിട്ട് ഊണ് കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഗൗതം വന്നിരിക്കുമ്പോൾ ആരും ഇലയുടെ മുന്നിലില്ല. ഇത് കാണുന്ന ഗൗതം പറയാണ് നിധിയോട്, ഇവിടെ ആരും തന്നെ കാണുന്നില്ലല്ലോ. അപ്പം നിധി പറയാണ്, എല്ലാവരും ഈ കറികളൊക്കെ വിളമ്പാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വിളമ്പിയതിന് ശേഷം ആരെയും ഇവിടെ കാണുന്നില്ല. എല്ലാവരും ഒളിച്ചും പാത്തും എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ റൊമാൻറ്റിക് കാണാം. അപ്പോഴേക്കും ഗൗതം പറയാം, എന്നാ അങ്ങനെയാണോ, എന്നാൽ അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ പാമ്പ് എന്ന് പറയുമ്പോഴേക്കും നിധി അങ്ങ് അലറാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ട് പ്രണവും യാമിനിയും ഗോപിയും പാറുവൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യോ പാമ്പ് എന്നങ്ങ് പറഞ്ഞതിനോടുകൂടി പാറു അങ്ങ് ഓടി വന്ന് എവിടെ പാമ്പ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കൂടെ ഗോപിയും അതുപോലെ യാമിനിയും പ്രണവൊക്കെ ഓടി വന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഗൗതം പറയും, ഇത് തന്നെ ഒളിച്ചും പാത്തും ഞങ്ങളുടെ റൊമാൻറ്റിക് കാണുന്ന നിങ്ങളെ പുറത്തിടാനുള്ള ഒരു പണിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഗൗതം സാറിൻ്റെ പ്ലാന് നിങ്ങളങ്ങ് വീണൂലേ എന്ന് തിരിച്ച് പാറുവിനോട് പറയാൻ കേട്ടോ. അങ്ങനെ യാമിനി പറയാം, എന്തായാലും അതൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും ഇനിയിപ്പോൾ വിശന്നിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാം എന്ന് പറഞ്ഞ് പാറുവിനോട് ഗോപി പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിനാണെങ്കിലോ നിധി ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ പ്രണവ് പറയണം, അതെന്താ ചേച്ചി, ഞങ്ങൾക്കും ഭക്ഷണം വിളമ്പട്ടോ. അപ്പോഴവർ കണ്ടുകൊണ്ട് ഇങ്ങനെ പരസ്പരം നിധിയും ഗൗതമും ഇങ്ങനെ പരസ്പരം ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന യാമിനി പ്രണവിൻ്റെ കയ്യിൽ അങ്ങ് തട്ടാണ്. അത് കാണുന്നതിനോടുകൂടി പ്രണവ് വീണ്ടും പറയും, ഞങ്ങൾക്കും ഒന്ന് വിളമ്പിത്തരാട്ടോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ പാറു പറയും, നിൻ്റെ അമ്മ ഇവിടെയുണ്ട്, അവർ തമ്മിൽ വിളമ്പിക്കോട്ടെ, നീ അത് വിളമ്പാൻ പോണ്ട,
നിനക്ക് ഞാൻ വിളമ്പി തന്ന എന്താ കുഴപ്പം? എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പാറു എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഗോപി ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും നല്ല ഭക്ഷണം ആരുടേതാണ്? നിൻ്റെ ഭാര്യയുടേതാണോ അതോ പാറുവിൻ്റേതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രണവും അതിന്മേ കയറി പിടിച്ചിട്ടോ ഏട്ടൻ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോഴേക്കും യാമിനി അത് പറയാൻ കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ട് വസുന്ധരയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല. അങ്ങനെ അവിടെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഗൗതം നിൽക്കുമ്പോൾ നിധി പറയാണ്, ഗൗതം സാർ പെട്ടു, ഇനി എന്ത് ചെയ്യും ഗൗതം സാർ എന്ന് പറയുമ്പോഴേക്കും പാറു പറയണേ, എൻ്റെ മോൻ ഇനിയിപ്പോൾ നിധിയുടെ പേര് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. എൻ്റെ മോനെന്നോ? അവളുടെ മോൻ എങ്ങനെയാവും? അവൾ എപ്പോഴും പറയുന്നു എൻ്റെ മോൻ ഇവരുടെ ഒരു കാട്ടൽ എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുന്നു. ഉടൻ തന്നെ നിധി പറയാണ് ഗൗതമിനോട്, ഇതൊക്കെ വസുന്ധര മാറി നിന്നാട്ടോ കാണുന്നത്. എന്നാൽ ഈ സമയം നിധി ഗൗതമിനോട് പറയാണ്, എൻ്റെ പാറമ്മയുടെ പേര് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. ആൻറ്റിയുടെ പേര് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ ഉടനെ ഗോപി പറയാണ്, എന്നാൽ ഗൗതം ഈ ടാസ്ക് നിൻ്റെ കഴിഞ്ഞു, ഇനി ഇതിൽ ചോദിച്ചിട്ട് കാര്യമില്ല പ്രണവ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പാറു പറയണേ, ഗൗതം നീ ഏറ്റവും കൂടുതൽ ഇവളെ സ്നേഹിച്ചു എന്ന് വെച്ച് എൻ്റെ മോനോട് എനിക്ക് യാതൊരുവിധ ദേഷ്യവും ഉണ്ടാവില്ല. എൻ്റെ മോൻ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഗൗതം പറയാണ്, എൻ്റെ പെറ്റമ്മയുടെ ഭക്ഷണം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് നിധിയുടെ ഭക്ഷണത്തിനാണ് ഇവിടെ ടേസ്റ്റ് കിട്ടോ. എൻ്റെ പെറ്റമ്മയുടെ ഭക്ഷണത്തിനേക്കാൾ ടേസ്റ്റ് നിധിയുടേതാണ്. പക്ഷേ എൻ്റെ പെറ്റമ്മ തരുന്ന ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ പെറ്റമ്മ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ആരുടെ പെറ്റമ്മ? ആരാടാ നിൻ്റെ പെറ്റമ്മ? അവർ നിൻ്റെ പെറ്റമ്മയല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഈ പറഞ്ഞത് എന്ന് ഗൗതം ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ വസുന്ധര പറയും, അവർ നിൻ്റെ പെറ്റമ്മയല്ല, പാറു നിൻ്റെ പെറ്റമ്മയല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം എന്താ അമ്മ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും പാറു ഇവരിപ്പോൾ എന്താ പറഞ്ഞത്? ഇവർ പറഞ്ഞത് എന്താ? ഞാൻ അമ്മയുടെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ പൊട്ടിക്കരയാണ് കേട്ടോ പാറു. ഇത് കേൾക്കുന്ന നിധി പറയും, എന്ത് ചോദ്യമാണ് നിങ്ങൾ പറയുന്നത്? പെറ്റമ്മയല്ലാതെ ഗൗതം പിന്നെ ആരുടെ മകനാണ്? അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഗൗതമിൻ്റെ പെറ്റമ്മയല്ല, ഗൗതം അവരുടെ മകനല്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ ഗോപി ഇടപെടാണ് കേട്ടോ. അങ്ങനെ ഗോപി പറയാണ്, ഇവിടെ പാറുവിൻ്റെയും എൻ്റെയും മക്കൾ പ്രണവും യാമിനിയാണ് എന്ന് പറഞ്ഞ ഉടനെ ഗൗതം, അപ്പോൾ ഞാൻ നിങ്ങളുടെ മകനല്ലേ? അല്ല, നീ ഞങ്ങളുടെ മകനല്ല എന്ന് പറയുമ്പോഴേക്കും പാറു പറയാണ്, ഞാൻ നിന്നെ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് കരയാൻ കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന ഗൗതം അങ്ങ് പൊട്ടിത്തെറിക്കാണ്. അങ്ങനെ ഗൗതമൻ ചോദിക്കുകയാണ്, ആരാണ് പിന്നെ എൻ്റെ പെറ്റമ്മ എന്ന് പറയുമ്പോഴേക്കും അവിടെ വസുന്ധര സംസാരിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അമ്മയോടാ ചോദിച്ചത് ആരാണ് എൻ്റെ പെറ്റമ്മ എന്ന് പറയുമ്പോഴേക്കും വസുന്ധരയോട് ഗൗതം പറയാണ്, സോറി, ഞാൻ മേഡം എന്നാണ് നിങ്ങളെ വിളിക്കേണ്ടത്. ഉടൻ തന്നെ വസുന്ധര ചോദിക്കും, എന്നെ നീ മേഡം എന്ന് ഒരിക്കലും വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ഗൗതം പറയും, നിങ്ങളെ ഞാൻ ഇനി മേഡം എന്നേ വിളിക്കുകയുള്ളൂ. കാരണം നിങ്ങളാരും എൻ്റേതല്ലാത്തവരെ ഞാൻ എന്തിന് അമ്മ എന്നുള്ള വാക്ക് പ്രയോഗിക്കണം? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് വിളിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധര പറയണ, മോനെ അങ്ങനെയൊന്നും സംസാരിക്കലേ, ഞാൻ നിൻ്റെ അമ്മയാണ്. ഇല്ല, നിങ്ങളെല്ലാവരും എൻ്റെ മേഡമാണ്. ഇനി ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല. എൻ്റെ പെറ്റമ്മ പാറുവാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഗൗതം ഗോപിനാഥ് എന്ന വാക്കാണ് പുറത്തൊക്കെ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി ഗൗതം ഗോപിനാഥ് അല്ലെങ്കിൽ ഗൗതമിൻ്റെ അച്ഛൻ ഗോപിനാഥ് അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ പടിയിറങ്ങുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര പറയണേ, നീ അങ്ങനെ അനാഥയല്ല. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയും, ഞാൻ അനാഥയാണ്, എനിക്കാരുമില്ല, ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ വസുന്ധര വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം, മേഡം സംസാരിക്കണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഗൗതമിനോട് നിധി പറയണേ, ഗൗതം സാർ, നിങ്ങളുടെ പണം കണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. എന്നാൽ ഞാൻ നിങ്ങളെ എൻ്റെ പുരുഷനാവാൻ താല്പര്യപ്പെട്ടത് നിങ്ങളുടെ സ്വഭാവ ഗുണമാണ്. നിങ്ങളുടെ പണമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കൈ പിടിച്ച് നിധി ഇറങ്ങുമ്പോൾ അവിടെ പാറു പറയുന്നുണ്ട്, മോനെ നീ പോവല്ലേ? ഇല്ല എന്ന് പാറുവിനോട് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര പോവല്ലേ മോനെ എന്ന് പറയുമ്പോൾ നിധി അവിടെ നിന്ന് കൈ പിടിച്ച് അങ്ങ് കൊണ്ടുപോകണം കേട്ടോ. ഇത് കാണുന്ന വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കും, ഞെട്ടിപ്പോവാണ്. ഗൗതം മോനെ നീ പോവല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗൗതം ഗോപിയും കൂട്ടി പാറുവിനെയും കൂട്ടി കളിച്ചിരികൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കായിരിക്കൂട്ടോ. അങ്ങനെ ഗൗതം പോവല്ലേ എന്ന് പറഞ്ഞ് വസുന്ധരയുടെ അലറൽ കേൾക്കുമ്പോൾ എന്ത് പറ്റിയ അമ്മേ എന്ന് വസുന്ധരയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല,
എന്ന് പറയാം കേട്ടോ. താൻ കണ്ടതൊരു സ്വപ്നമായിരുന്നു. താൻ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ മകനെ നഷ്ടപ്പെടുമെന്ന് വസുന്ധര മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധരയെ കണ്ട പാറു പറയാണ് ഭക്ഷണം കഴിക്കാനിരിക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ് അമ്മേ ഭക്ഷണം കഴിക്കാനിരിക്കും. അങ്ങനെ ഇലയിട്ടത് കണ്ട വസുന്ധര പറയാണ് ഇതെന്താ എല്ലാവർക്കും ഇലയിട്ട് ഇരിക്കുന്നത്, ഇലയിൽ കഴിക്കാൻ പറ്റില്ല, ഇലയിൽ ആരാ ഭക്ഷണം കഴിക്കുക, എനിക്കൊരു പ്ലേറ്റ് കൊണ്ടുവരൂ. അപ്പോഴേക്കും പാറു പറയാണ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പാറു അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ ഭക്ഷണം കഴിച്ച് ഗൗതം നീക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി പറയാണ് പായസമുണ്ട്, അതും ഇലയിലിട്ട് കഴിക്കണമെന്ന് പറയാൻ കേട്ടോ. ആഹാ അങ്ങനെയുണ്ട് ഉണ്ടോ. അപ്പോൾ അവിടെ ഗൗതം പറയാണ് ഇലയിൽ കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വസുന്ധര പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണം വായിൽ വെച്ചില്ല. അപ്പോഴേക്കും പറയാണ് എന്താ ഇത്, ഒരു ടേസ്റ്റുമില്ല, എന്ത് ഭക്ഷണമാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഉടൻ വസുന്ധര പറയാണ് ഒരു മീൻകറി പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ ഗൗതം ഇപ്പുറത്താണെങ്കിലോ തൻ്റെ കൈയൊക്കെ കഴുകി വരികയാണ്. അപ്പോൾ ടവലുണ്ട്, ആ ടവൽ കണ്ടിട്ടും നിധിയോട് പറയാണ് എടോ എൻ്റെ കൈ തുടക്കണല്ലോ, അതിനെന്താ എൻ്റെ സാരി തുമ്പിതാ എന്നങ്ങ് തന്നേ, ഞാൻ എൻ്റെ കൈ തുടക്കട്ടെ. അപ്പം നിധി പറയാണ് ഇതൊരു പതിവാക്കുകയാണോ. ഉടൻ തന്നെ ഇനി എൻ്റെ ചുണ്ടും ഞാൻ ഇതിൽ തുടക്കും, അതിന് ഞാൻ മടിക്കില്ല എന്ന് പറയുന്നതും വസുന്ധര കാണണം കേട്ടോ. അങ്ങനെ ആ സാരിയുടെ തുമ്പ് കൊണ്ട് അത് തുടക്കണം, അതും ഇഷ്ടമാവുന്നില്ല. എന്നാൽ ഇത് ഇപ്പുറം നിന്ന് ഗോപിയും പാറുവും കാണാണ്. അങ്ങനെ ഞാൻ ഇതും മടുക്കില്ലടോ, വാ നമുക്ക് എന്ന് പറയുന്നത് ഇവർ കേൾക്കണം കേട്ടോ. അങ്ങനെ നിധിയോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഗൗതം നിധിയുടെ വയറിൽ അങ്ങ് പിച്ചുമ്പോൾ അതോടുകൂടി നിധി അങ്ങ് അലറുകയാണ് കേട്ടോ. ഇത് കാണുന്ന പാറു അയ്യോ മോളെ നിനക്കെന്താ പറ്റിയത്. അപ്പോഴേക്കും ഗോപിക്ക് കാര്യം പിടികിട്ടിട്ടോ. എന്നാൽ പാറുവിന് കാര്യം പിടികിട്ടിയില്ല. നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും. അത് അമ്മേ അത് 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 എന്ന് നിധി ഇങ്ങനെ പേടിച്ച് പറയുമ്പോൾ എന്താ മോളെ. അതെ പ്രാണി എന്ത് പ്രാണി, ആ ഒരു കൂട്ടം പ്രാണി, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും ഗോപി പറയണേ എടോ പാറു നമ്മുടെ പ്രായത്തിൽ ഇതുപോലെ ഒരു കൂട്ടം രണ്ട് കൂട്ടമൊക്കെ പ്രാണികൾ നടന്നിരുന്നു, അതൊക്കെ നീ മറന്നോ. എന്തായാലും ഈ പ്രാണിയുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഇനി നിധി 2 പ്രസവിക്കണം. അത് കേൾക്കുന്ന നിധി അയ്യേ ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പോഴേക്കും ഗൗതമിനും ചമ്മലായി നിധിക്കും ചമ്മലായി. അങ്ങനെ ഗൗതം പറയണേ എന്നാൽ ഞാൻ പോകുന്നു ഓഫീസിലോട്ട്. ഉടൻ തന്നെ പാറുവും ഗോപിയും പറയുന്നു നീ ഇന്ന് ഓഫീസിലോട്ട് പോകണ്ട, നിധിയും ഞാനും ഭക്ഷണം കഴിക്കട്ടെ, നീ റൂമിലോട്ട് പോയിക്കോ. ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൗതം പറയണേ ഇല്ല എനിക്ക് ഓഫീസിലോട്ട് പോകണം, എനിക്ക് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോഴേക്കും അവിടെ നിധി ഇടപെടുകയാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം, ഇവിടെ ഒന്നും ഇരിക്കണ്ട, ഗൗതം സാർ പോയിക്കോട്ടെ. എന്നാൽ നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പാറുവും പറയണം കേട്ടോ. എന്നാൽ ശരി ഞാൻ ഗൗതം സാറിൻ്റെ ബാഗ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് അവിടെ നിന്നും അവരുടെ മുന്നിൽ നിന്ന് അങ്ങ് ഓടുകയാണ്. ഇതേപോലെ ഗൗതമും അങ്ങ് ഓടുകയാണ്. എന്നാൽ ഈ സമയം പാറു ആണെങ്കിലോ ഇവരുടെ റൊമാൻറ്റിക് കൂട്ടാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷേ ഇവരിപ്പോൾ അതിൽ കിടക്കുകയാണല്ലോ. എന്തായാലും അവർ തമ്മിൽ പ്രണയിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഓഫീസിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അത് നിധി തന്നെ മുടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ. ആടോ നീ ഇനി ഒന്നും ചെയ്യണ്ട, അവർ തമ്മിൽ തന്നെ ആയിക്കോളും എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കാണാൻ ഒരു രസമുണ്ടെന്ന് പാറുവും പറയണേ. പിന്നീട് യാത്രയാക്കാൻ മുറ്റത്തോട്ട് ചെന്ന ഗൗതം നിധിയോട് പറയാണ് എന്തോ വല്ലാതെ നമ്മളങ്ങ് അടുത്തു പോയി, എന്തോ നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് തോന്നുന്നില്ല, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ വല്ലാതെ അങ്ങ് റൊമാൻറ്റിക്കായി. അപ്പം നിധി പറയാണ് ശരിയാണ് എനിക്ക് നിന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാ ഗൗതം സാർ, എനിക്ക് മനസ്സിലായി, അല്ലല്ല ചുമ്മാ ഒന്നല്ല എന്ന് പറഞ്ഞ് നിധിയുടെ കവിളിൽ അങ്ങ് ഉമ്മ കൊടുക്കുമ്പോൾ നിധി ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഇത് മുകളിൽ നിന്ന് വസുന്ധര കാണുന്നു. വസുന്ധരയ്ക്ക് കല്ലിയടങ്ങുന്നില്ല. വസുന്ധരയ്ക്ക് തൻ്റെ മകൻ ഇത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യം അടങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.